ഒരു സാധാരണ മനുഷ്യന് പോലീസ് എന്ന് കേട്ടാൽ അല്പം പേടി ഉണ്ടാകുമല്ലേ? പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷനുകളിൽ പോയാൽ മുട്ടിടിക്കാത്തവർ കുറവായിരിക്കും. എന്നാൽ കാക്കിയെയോ കാക്കിയിട്ടവനോ പേടിയില്ലാത്ത ചില കുറ്റവാളികളുണ്ട്. തിരുവനന്തപുരം അയിരൂർ സ്വദേശി ദേവനാരായണൻ കാപ്പ കേസ് പ്രതിയാണ്. നാട്ടുകാരുടെ പേടി സ്വപ്നവും. ഇയാൾ കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിലേക്ക് പെട്രോൾ ബോംബെറിഞ്ഞു. സുഹൃത്ത് അഭിജിത്തിനൊപ്പം ബൈക്കിലെത്തിയാണ് ഇയാൾ ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതിയെ വീട് വളഞ്ഞ് അതിസാഹസികമായാണ് പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെയാണ് സംഭവം. അയിരൂർ പോലീസ് സ്റ്റേഷനിലേക്കാണ് പെട്രോൾ ബോംബ് എറിഞ്ഞത്. നിരവധി കാപ്പ കേസുകളിലെ പ്രതിയും അയിരൂർ വില്ലിക്കടവ് സ്വദേശിയുമായ ദേവനാരായണനാണ് ആക്രമണം നടത്തിയത്. കഴിഞ്ഞ ദിവസം ദേവനാരായണൻ ലഹരി ഉപയോഗിച്ച് അയൽപക്കക്കാരെ അസഭ്യം വിളിക്കുകയും വധഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു. വിവരമറിഞ്ഞ് പോലീസ് ദേവനാരായണന്റെ വീട്ടിലെത്തിയപ്പോൾ വീടിന്റെ മുകളിൽ നിന്നും ബിയർ കുപ്പികൾ പോലീസ് വാഹനത്തിലേക്ക് വലിച്ചെറിഞ്ഞു. തുടർന്ന് പോലീസ് സംഘം തിരികെ സ്റ്റേഷനിലേക്ക് പോയി. പിന്നാലെ ദേവനാരായണനും വില്ലിക്കടവ് സ്വദേശിയായ അഭിജിത്തും ബൈക്കിലെത്തി പോലീസ് സ്റ്റേഷനു മുന്നിൽ നിന്നും പെട്രോൾ ബോംബുകൾ സ്റ്റേഷനുള്ളിലേക്ക് എറിയുകയായിരുന്നു. പോലീസ് പിടികൂടാൻ ശ്രമിച്ചെങ്കിലും പ്രതികൾ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടു. തുടർന്ന് കൂടുതൽ പോലീസ് എത്തി ദേവനാരായണന്റെ വീട് വളഞ്ഞു. ദേവനാരായണനെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ വീടിനുള്ളിൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ കെട്ടിത്തൂക്കി മർദ്ദിക്കുന്നതായി പോലീസ് കണ്ടെത്തി. ഇയാളെ രക്ഷപ്പെടുത്തിയ ശേഷം പ്രതിയെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ പോലീസുകാർക്കും മർദ്ദനമേറ്റു. ജയൻ, ബിനു, ശ്രീദേവി എന്നീ പോലീസുകാർക്കാണ് മർദ്ദനത്തിൽ പരിക്കേറ്റത്. അതിസാഹസികമായാണ് അയിരൂർ പോലീസ് പ്രതിയെ കീഴ്പ്പെടുത്തിയത്. ലഹരിമരുന്നു കേസുകളിലും പോലീസിനെ കുത്തിയ കേസിലും മറ്റു നിരവധി ക്രിമിനൽ കേസുകളിലും പ്രതിയാണ് ദേവനാരായണനെന്ന് പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 വർക്കല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.